എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയർ ആകാതിരിക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചന സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ് നമ്മളിവിടെ എല്ലാവരും. നമ്മളെല്ലാവരും കർത്താവിന്റെ വചന വാഹകരാണ്. വചനം നമ്മുടെ ഹൃദയത്തിലും മധുരത്തിലും ഉണ്ടല്ലോ, അത് നമ്മൾ പങ്കുവയ്ക്കണം. അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. ഇവിടെ വചനം പറയുക, ഇന്നെന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം നമുക്ക് പഴയതൊക്കെയും മറക്കാം. വിലാപത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ അലച്ചിലിന്റെയും ഒക്കെ ഓർമ്മകള് കൈപ്പേറിയ വിഷമാണെന്ന് പറയുന്നു. അതെല്ലാം നമ്മുടെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ക്ഷമിച്ചേൽപ്പിക്കാം. നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ആരെങ്കിലും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം, മനസ്സിനേറ്റ മുറിവ്. അത് ഏറ്റവും വലിയ മുറിവായിട്ട് നമുക്ക് അനുഭവപ്പെടുക നമ്മളെ കൂടുതലായിട്ട് അറിഞ്ഞവർ വഴി വന്നതാണ്. നമ്മൾ ഉറ്റവരെന്ന് വിചാരിച്ചിരുന്നവരിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾക്കാണ് ആഴം കൂടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴി നമ്മളെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ തെറി വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. എന്നാൽ നമ്മളെ ഉറ്റവരെന്നും ഉടയവരെന്നും നമ്മളെ കണ്ടിരുന്ന വ്യക്തികളിൽ നിന്ന് ഈ അനുഭവം ഉണ്ടാവുന്ന ആ മുറിവിനാണ് ഏറ്റവും ആഴം. അങ്ങനെ ഉണ്ടായ മുറിവുകൾ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ട് വേണം തിരുസന്നിധിയിൽ ഇരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മളെ ക്ഷമ കൊടുക്കുവാനുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചിട്ട് അനുഗ്രഹിക്കുക. ഒരു നിമിഷം. കുടുംബജീവിതത്തിലെ ഭർത്താവ് വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ഭാര്യ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാകാം, മാതാപിതാക്കള് പല മേഖലകളിൽ നിന്നും, ജോലി സ്ഥലത്ത്, സംരംഭങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെയും അവരെ എല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവെ ഞാൻ ഇവരോട് ക്ഷമിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ഉള്ളതാണല്ലോ, എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്റെ തെറ്റുകൾ എന്നോടും ക്ഷമിക്കണമേ എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ എന്റെ തെറ്റുകൾ ക്ഷമിക്കണമെങ്കിൽ എന്നോട് ദ്രോഹം ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ വചനം ഇവിടെ നമ്മൾ എടുക്കുക. സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വചനം. ക്ഷമിക്കാതെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കത്തില്ല. 100% ഉറപ്പ് പറയാം. എന്റെയും പ്രാർത്ഥന കേട്ടിട്ടില്ല. മുഴു ഹൃദയത്തോടെയും മുഴു മനസ്സോടെയും മുഴു ആത്മാവോടെയും മുഴു ശക്തിയോടെയും കർത്താവിനെ സ്നേഹിക്കണം, അവനെ ആരാധിക്കണം. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമില്ല, ക്ഷമിച്ച് സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറിന്ത്യസ്കാർക്ക് 2-ാം ലേഖനം 2-ാം അധ്യായം 10-11 വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. നമ്മൾ ആർക്കെങ്കിലും ക്ഷമ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടുന്നു, അവനും ക്ഷമ കിട്ടുന്നു. ആ നിർദ്ദയനായ ഭൃത്യന്റെ ഓമയിൽ കർത്താവ് പഠിപ്പിക്കുന്നു. 1000 താലന്ത് അടച്ചു കൊടുത്തവൻ അവന് 100 താലന്ത്, അവന് 100 ദിനാറ കിട്ടുവാനുണ്ടായിരുന്നോട് ക്ഷമിക്കാതെ വന്നപ്പോ എന്ത് സംഭവിച്ചു? ആദ്യ നിയമത്തിന് ന്യായാധിപൻ അവനെ വിമോചിപ്പിച്ചതാണ്. പക്ഷെ ശിവൻ ക്ഷമിക്കാതെ വന്നപ്പോൾ 2 കൂട്ടരും കാരാഗ്രഹത്തിൽ പോയി, ബന്ധനത്തിൽ പോയി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കും. നമ്മൾ ക്ഷമിച്ചാൽ അവരോട് കർത്താവ് ക്ഷമിക്കും. അവിടാണ് ദൈവരാജ്യം ഉണ്ടാകുക. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതാണെന്ന് വചനം പഠിപ്പിക്കും. ഹല്ലേലൂയ. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറെ വ്യക്തികൾ ഇപ്പം നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയല്ലോ, കർത്താവിന്റെ മുമ്പിൽ. അവരെ ഒന്ന് നമ്മളെ കണ്ണടച്ച് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഒന്ന് നിർത്തി നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കുകയും ആ വ്യക്തികളുടെ മേലെ കരങ്ങളൊന്ന് ഉയർത്തി അവരോടൊന്ന് ക്ഷമിച്ച്, ഹൃദയപൂർവ്വം ക്ഷമിച്ച്. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹൃദയപൂർവ്വം ക്ഷമിച്ച്. നമുക്ക് ഇവിടുന്ന് അനുഗ്രഹം കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ അനുഗ്രഹം ഇവിടുന്ന് കിട്ടുന്നില്ല. അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ച്. വേദനിപ്പിച്ചവർക്ക് ക്ഷമ ചോദിക്കും. അവൻ വന്ന് എന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറയില്ല. നമ്മള് ഹൃദയപൂർവ്വം നമ്മളോട് കർത്താവ് പ്രകാരം ക്ഷമിച്ചോ, അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷമിച്ചു. അപ്രകാരം തന്നെ നമ്മൾ ക്ഷമിച്ചാൽ
നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഇടപെടുകയില്ല എന്നുള്ള വചനം പറയുക. ഹല്ലേലൂയ. സജീവനായ ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയെന്ന ആ വ്യക്തികളെ ഒന്ന് അനുഗ്രഹിച്ച് ക്ഷമിച്ചിട്ട് അവരെ ഒന്ന് അനുഗ്രഹിച്ച് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അനുഗ്രഹം കൊണ്ടുപോകാം. ഹല്ലേലൂയ. അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹ ദാതാവ് കൂടെ വരും. ഹല്ലേലൂയ. പരിശുദ്ധ ബലി അർപ്പിച്ചിട്ട് പോകുമ്പോൾ അനുഗ്രഹ ദാതാവ് കൂടെ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല 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 ഹല. ഈശോയേ, ഈശോയേ. ഹല 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 ഹല. ഈശോയേ. കുരിശിൽ യേശു ശ്രമിച്ചതുപോലെ ഞാനും ശ്രമിച്ചിടുന്നു. കുരിശിൽ യേശു ശ്രമിച്ചതുപോലെ ഞാനും ശ്രമിച്ചിടുന്നു. ഇവരോടു ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്തതല്ല. ഇവരോടു ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്തതല്ല. ഇവരറിയാതെ ചെയ്തതല്ല. ഒന്നിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാനേകനല്ല. വീണാലും അവിടെ ഞാനേകനല്ല. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, നടക്കുന്നതേ ശുഭത്തെ ഞാനവൻ കരങ്ങളില. നടക്കുന്നതേ ശുഭത്തെ ഞാൻ
നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 Praise the Lord. Hallelujah. 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 യേശുവേ സ്തുതി, യേശുവേ നന്ദി. എല്ലാം എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 3:22 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. എബ്രായർ ലേഖനത്തിൽ നമ്മൾ കണ്ടു, ഇന്ന് എന്ന ദിവസങ്ങൾ ഉള്ളതിനോളം കാലം എന്നും നിങ്ങൾ അന്യോന്യം ഉപദേശിക്കുകയും. ഇതാണ് ഉപദേശിക്കേണ്ടത്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. മകനെ, മകളെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വചനത്തിൽ കേട്ടു, ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമ്മളെ ഹൃദയത്തിൽ വിശ്വസിച്ചത് ഏറ്റു പറയുമ്പോൾ തിന്മയുടെ ശക്തികൾ ഓടിപ്പോകുന്നു, നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രാർത്ഥന യാത്രയിലാവുമ്പോഴും എപ്പോഴും ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. പുതിയ പ്രാർത്ഥനകൾ അച്ഛൻ വീണ്ടും തന്നിട്ടുണ്ട്. വിശ്വാസ പ്രമാണം 13 പ്രാവശ്യം മിനിമം. 13 എത്രയും നീള മാതാവേ, നിരന്തരം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലണം. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ചൊല്ലുക. ആ നിയോഗങ്ങളുടെ മേലെ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സഭ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സഭ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ സഭ മുഴുവനും അവിടെ സമ്മേളിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. സഭയ്ക്ക് അവിടുന്ന് അധികാരം നൽകി. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം കർത്താവ് സഭയ്ക്ക് നൽകി. ആ അധികാരം തിരുസഭയിൽ തുടർന്നും അവിരാമം തുടർന്നു പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യുഗാന്ത്യത്തോളം നമ്മളോടൊത്തായിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്ന ദിവ്യകാരുണ്യനാഥൻ, എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന് അരുളി ചെയ്തവൻ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാകുന്നില്ലേ, കാണുന്നില്ലേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, അങ്ങാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ദൈവം
ദൈവം, അങ്ങാണ് പരിശുദ്ധ ത്രിത്വം എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ, നമ്മൾ ഈ തിരിച്ചറിവിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തിന്മയുടെ ശക്തി നമ്മളിൽ നിന്നും പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഴിഞ്ഞതിനെ എല്ലാം മറക്കുക അല്ല, ചിലത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. അതിനെല്ലാം കർത്താവിന്റെ തിരിച്ചോര കൊണ്ട് കഴിവ് പ്രാപിക്കുക. നല്ല ഓർമ്മകൾ മാത്രം വച്ചു പുലർത്തുക. സങ്കീർത്തനം 103 പറയുന്നില്ലേ, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുവാൻ സാധിക്കുന്ന കർത്താവിലേക്ക് നമ്മൾ വരുമ്പോൾ ആ തിന്മയെല്ലാം നന്മയായിട്ട് നമുക്ക് മാറും. നമ്മൾ ഒരിക്കൽ തിന്മയെന്ന് നമ്മൾ വിധിച്ചത് നന്മയായിട്ട് അവിടുന്ന് മാറ്റിത്തരും, അവിടുന്ന് രൂപാന്തരപ്പെടുത്തി തരും. തിന്മ പ്രവർത്തിക്കുവാനല്ല, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുക. എന്നാൽ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും അനുദപിച്ച് പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് വരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാളെക്കുറിച്ച് ആകുലചിത്തരാകുവാനുമല്ല. കർത്താവ് പറഞ്ഞില്ലേ, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി. നമ്മൾ കഴിഞ്ഞതിനെ ഓർക്കുകയും നാളത്തിനെ കുറിച്ച് ഓർത്ത് വ്യസനിക്കുകയും നാളെ എന്ത് സംഭവിക്കും, ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്ന് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ അവിടുന്ന് തരുന്ന ആ പുതിയ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് കൈമോശം സംഭവിക്കുന്നു. ഇത് സാത്താന്റെ കെണിയാണ്. പഴയതിനെ ഓർത്ത്, മുറിവുകളെ ഓർത്തെല്ലാം വേദനിച്ച് ക്ഷമിക്കാത്ത അവസ്ഥ. സഹോദരങ്ങളെ, നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. ഇന്ന് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അനുഗ്രഹം കൊണ്ടേ പോകാവുള്ളൂ. യാക്കോബ് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയും. അനുഗ്രഹിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഏക വ്യവസ്ഥ ഇത് മാത്രമാണ്. വേദനിപ്പിച്ചവരോട് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ കൊടുക്കുക, അവരെ എന്നിട്ട് അനുഗ്രഹിക്കുക. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ പറഞ്ഞ കർത്താവ് ക്ഷമിക്കാൻ മാത്രമല്ല, അവരെ അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ശത്രുവിനെ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്. അപ്പോഴാണ് സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ആരാധന. ഹല്ലേലൂയ, 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 ഈശോയേ, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. എന്തെല്ലാം നമുക്ക് രുചിച്ചറിയുവാൻ കിടക്കുന്നു. നന്മകളെ ഓർത്ത് നന്ദി പറയാം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിനെ രുചിച്ചറിയാം. നിർവീര്യമാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് ഉപേക്ഷിക്കാം. കർത്താവ് വന്നത് ജീവൻ നൽകാനും സമർത്ഥമായിട്ട് നൽകുവാനുമാണല്ലോ. നമുക്ക് തന്നെ ആത്മശോധന ചെയ്താൽ മനസ്സിലാവും, എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ചിന്തകളെല്ലാം നെഗറ്റീവാണ്. അതല്ല കർത്താവ് തരുന്നത്, സമർത്ഥമായ ജീവനാണ് തരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ആരാധന, ഹല്ലേലൂയ. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എപ്പോഴാണ് നമുക്ക് രക്ഷകനാകുന്നത്, പ്രകാശമാകുന്നത്? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1-5 പഠിപ്പിക്കുന്നുണ്ട്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കാത്തവൻ പ്രകാശത്തിൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ പ്രകാശമാണ് നമുക്കറിയാം. ആ പ്രകാശത്തിലേക്ക് വരുവാൻ കർത്താവ് പഠിപ്പിച്ചതാണ്.
വചനം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. നമുക്ക് ഏറ്റു പറയാം, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവൻ ഇടർച്ച ഉണ്ടാകുന്നില്ല, അവന്റെയാണ് കാലിടറാക്കുന്നത്. വചനം പറയുന്നുണ്ട്, കർത്താവാണ് എന്റെ കാവൽക്കാരൻ, എന്റെ കാല് വഴുകിപ്പോയില്ല, ഞാൻ വലയിൽ കുരുക്ക് വീഴുകയില്ല. നമുക്കറിയാം, സഹോദരനെ ദ്വേഷിക്കുന്നവൻ അത് സാത്താനോടെ മുതലെടുക്കും, തേർഡ് പാർട്ടി മുതലെടുക്കും. സഹോദരന്മാർ തമ്മിലുള്ള അനൈക്യം മുതലെടുത്തുകൊണ്ട് ലോകം പോവും. എന്നാൽ സഹോദരന്മാർ തമ്മിലുള്ള വിള്ളൽ നിലനിൽക്കുന്നതിനോളം കാലം ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരുന്നില്ല. നമുക്കെല്ലാവരോടും വ്യവസ്ഥ കൂടാതെ ക്ഷമിക്കുവാൻ സാധിക്കണം. അതിപ്പോൾ കർത്താവ് തരും. എത്രത്തോളം നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവെ ക്ഷമിക്കുവാനുള്ള ശക്തി തരണമേ. ക്ഷമാശീലനായ കർത്താവെ, അവിടുത്തെ ക്ഷമാശീലനല്ലേ. എന്റെ ബലഹീനതകളിൽ എന്നെ സഹായിക്കുന്ന ഒരു ആത്മാവിനെ നൽകി എന്റെ കർത്താവെ, പരിശുദ്ധാത്മാവെ, ക്ഷമിക്കുവാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. പറയുവാൻ എളുപ്പമുണ്ട്, സാധിക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. നിന്റെ ജീവിതം വിജയം പ്രാപിക്കണമെങ്കിൽ സഹോദരനോട് ക്ഷമിച്ചിരിക്കണം, അവനെ അനുഗ്രഹിക്കണം, അവന് നന്മ വരണം. ഹല്ലേലൂയ, 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 ഈശോയേ, ഈശോയേ, ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഒരു നാടിനെ പേർ ചൊല്ലി വിളിച്ച മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാടിനെ പേർ ചൊല്ലി വിളിച്ച മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലാ മാറോടു ചേർത്ത് മഹിതരെ കാത്തുപുലർത്തി. എങ്കിലും ദൈവമേ, ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ, ഞാനൊരു പാപി,
അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. സ്നേഹം പ്രഭ തൂക്കി നിൽക്കും വഴികളിലൂടെ നടത്തി. കരുണാഗ്ര സ്നേഹം പ്രഭ തൂക്കി നിൽക്കും വഴികളിലൂടെ നടത്തി. ആയുരാരോഗ്യവും ആശിസുമേകി അനുപദമെന്നെ നടത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു. നിന്നെ അറിയാതെ നടന്നു. ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ 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 പാപിയാണു ഞാൻ. നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മുടെ കർത്താവിനെ ഏൽപ്പിക്കുക. സമർത്ഥമായ അനുഗ്രഹം ജീവൻ നൽകുവാൻ വന്ന കർത്താവ് തിരുവോസ്തിരൂപനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും. കർത്താവിന്റെ അഭിഷേകൻ ധൂപാർ അർപ്പണവും വിശുദ്ധയിലും തെളിച്ച് പ്രാർത്ഥിക്കുകയും ഈശോ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ 2000 വർഷം മുമ്പ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യമാക്കി. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തി, മനം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തി. നിരാശ പ്രത്യാശയായിട്ട് അവിടുന്ന് മാറ്റി. മുറിവുകൾ അവിടുന്ന് സൗഖ്യപ്പെടുത്തി. മനസ്സിന്റെ മുറിവുകളും ഹൃദയത്തിന്റെ ഭാരങ്ങളും എല്ലാം ഏറ്റെടുത്തു, കുരിശിൽ ഏറ്റെടുത്തു. ആ കർത്താവിത അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് കുരിശിൽ വഹിച്ചു. നമ്മുടെ ശാപങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നുമില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു വചനത്തിലൂടെ. മരത്തിൽ തൂക്കപ്പെടുന്നവൻ, ശപിക്കപ്പെട്ടവൻ നമുക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾ, അവന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി നമ്മുടെ ശാപങ്ങൾ അവനെ വഹിച്ചു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശുമരണത്തോടെ നമ്മളെ വീണ്ടെടുത്തവനാണ് അവിടുന്ന്. അവൻ പിശാചിന്റെ തകർന്ന് തകർന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. തന്റെ മക്കളെ സന്തോഷചിത്തരായിട്ടിരിക്കുവാൻ, വരപ്രസാദ ചൈതന്യത്തിലായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമുക്ക് ഭക്ഷണമായി മാറുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു വരിക എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ ഞാനും എന്റെ പിതാവും അവന്റെ ഉള്ളിൽ വന്ന് വസിക്കും. വാഗ്ദാനമാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നൽകാതിരിക്കുമോ? അവനോടുകൂടെ സമസ്തം മാത്രമല്ല, അവനും കൂടെ വന്നു വസിക്കുന്നു.
അവൻ കൂടെ വന്ന് വസിച്ചാൽ ആരെ ഭയപ്പെടണം? ദുർവർത്തരും ദുരാരോപണം നയിക്കുന്നവരുമായവർ നമുക്കെതിരെ വരുമ്പോൾ അവർ തന്നെ കാലിടറി വീഴുമെന്ന് സങ്കീർത്തനം 27 പറയുന്നു. ഭയപ്പെടണ്ട, നമ്മൾ ഭയപ്പെടണ്ട. ശപിക്കുന്നവരെ അനുഗ്രഹിച്ചാൽ മതി. വ്യാജം പറഞ്ഞ് നമ്മളൊക്കെതിരെ ദൂഷണം പറഞ്ഞവരെ അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് മുറിവുണ്ടാകില്ല. അവിടുന്ന് നമ്മുടെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയെന്ന് സങ്കീർത്തനം പറയുന്നു. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം. അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. വിലപിച്ചുകൊണ്ടിരിക്കുവാനല്ല അവൻ ഏറ്റെടുത്തു. വിലാപങ്ങളെല്ലാം അവനെ ഏറ്റെടുത്തു. കഴിഞ്ഞ കാലങ്ങളിലെ വിലാപം ഏൽപ്പിച്ചുവെങ്കിൽ, ക്ഷമിച്ചേൽപ്പിച്ചുവെങ്കിൽ അവനത് ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. പഴയ നിയമകാലത്ത് നമുക്കറിയാം, ഉപവസിക്കുമ്പോൾ ചാക്കുവസ്ത്രം അണിഞ്ഞ് ചാരത്തിലിരുന്ന വെണ്ണീർ പൂശി ഉപവസിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഉപവസിക്കുകയല്ല, അവൻ കൂടെ വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ വസിക്കുമ്പോൾ നമ്മളെ ചാക്കുവസ്ത്രം അഴിച്ച് അവൻ ആനന്ദമണിയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പ്രസംഗിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. സഹോദരങ്ങളെ, ഇതാണ് സ്നേഹാനുഭവം. ഇതെത്രത്തോളം നമ്മൾ സ്വന്തമാക്കുന്നു അത്രത്തോളം നമുക്ക് കൊണ്ടുപോകാം. വീണ്ടും സങ്കീർത്തനം പറയുന്നു, ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. ഹല്ലേലൂയ. അവിടുന്ന് നൽകിയ നന്മകളോർമ്മ മറക്കരുത്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. നന്മകളോർത്ത് നമുക്ക് നന്ദി പറയാം. വിലാപങ്ങളുടെ ചാക്കുവസ്ത്രം നമുക്ക് അഴിച്ചു മാറ്റി കർത്താവിനോടുകൂടി ആയിരിക്കാം. ഓരോ ദിവസവും തരുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നമ്മളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം.